മെഡിക്കൽ കോളേജ് വെളിയിലാണ്. മെഡിക്കൽ കോളേജിന്റെ കോമ്പൗണ്ടിൽ വെച്ച് ആരും പ്രായമൊന്നും ചെയ്യാറില്ല. മാനവ പിടിച്ചിട്ട് ഇവിടെ കക്ഷിയുണ്ടായി അത് പാടില്ല. വെളിയിൽ ഭക്ഷണം പാചകം ചെയ്യണം. അവിടെ വന്ന് അവിടെ വാങ്ങും, ഇല്ലെങ്കിൽ അവർക്ക് കൊണ്ടു കൊടുക്കാൻ ഭക്ഷണം അറിയാൻ പറഞ്ഞു. അത് വേറൊരു തരത്തിൽ എഡിറ്റ് ചെയ്താലും കൊടുത്തതാണ്, ഞാൻ പറഞ്ഞതല്ല. ഭക്ഷണം കൊടുക്കേണ്ട കാര്യങ്ങൾ പറയുമോ നിങ്ങൾ കരുതുന്നുണ്ട്? അപ്പോൾ നമ്മൾ ആ ഒരു സിവിൽ സംസ്കാരം പാലിക്കണമെന്നേ പറഞ്ഞു. ഭക്ഷണം കൊടുക്കാം, വെളിയിൽ അവരവരുടെ റൂമെടുത്തോ അല്ലെങ്കിൽ സ്ഥലത്തോ പാചകം ചെയ്യാം, ഇവിടെ കൊണ്ട് കൊടുക്കാം, അതൊന്നും ഒരു കുഴപ്പമില്ല. അത് പോയി വല്ല പണിയും നോക്കണോ? താൻ പോയി വല്ല താൻ കൈരളി വരുന്നതിനും ഒരു വർഗീയവാദിയല്ലായിരുന്നു. ഇതൊക്കെ ഏറ്റുപറയുന്ന ഈ പത്രലേഖകന്മാരെ എന്താ പറയാനുണ്ടേ? ഇവർക്ക് സുബുദ്ധിയുള്ളവരല്ലേ? ഷാജഹാൻ പിന്നെ അതിന്റെ ആളാ, കൈരളിയാ. പുള്ളിക്ക് അത് ചോദിച്ചേ പറ്റൂ. അത് പിന്നെ പോട്ടെ, മറ്റുള്ളവർക്ക് എന്താ പ്രശ്നം? എനിക്ക് നിലപാട് മാറ്റാൻ പറ്റത്തില്ല സാറേ. പോയി വല്ല പണിയും നോക്കണോ? താൻ പോയി വല്ല താൻ കൈരളി വരുന്നതിനും ഒരു വർഗീയവാദിയല്ലായിരുന്നു. താൻ പോടോ, തന്റെ പാട്ടിന് പോകും. താൻ പോകാൻ പറഞ്ഞ താൻ പൊക്കോളാൻ പറഞ്ഞില്ല പാർട്ടിക്കാരനെ. ഉച്ചഭക്ഷണ വിതരണമൊക്കെ മുടക്കുന്നത് ശരിയായ കാര്യമാണോ? ഇയാൾ എന്താ പ്രസംഗിക്കുന്നത്? സാർ ഇന്നലെ സംസാരിച്ചല്ലേ? ഇതാണ് പത്രക്കാരുടെ. ഞാൻ സംസാരിച്ചല്ലോ, താനാണ് സംസാരിച്ചത്. ഇയാൾക്ക് എന്താ വേണ്ട? വഴക്കോട്ടൊക്കെ വന്നിരിക്കുക എന്തല്ലേ? എന്നല്ല അവിടെ കാണിച്ച പോക്കത്തല്ല ഇവിടെ കാണിച്ചാലുണ്ടല്ലോ. താൻ പത്രലേഖനാ, ഓർത്തോണം. ഞാനൊന്നും പറഞ്ഞു സാർ. ഒരു കാര്യം ചോദിച്ചോട്ടെ സാറേ, സാർ വർഗീയവാദി എന്ന് പറഞ്ഞത് അതേ തരത്തിൽ എനിക്ക് തന്നോട് പറയാൻ സൗകര്യപ്പെടില്ല. വർഗീയവാദി എന്ന് വിളിച്ചാൽ എങ്ങനെയാ സാറേ? കൈയില്ലാണ്ടായി. അതല്ല ചോദിച്ചല്ലേ. അഡ്വാൻസായിട്ട് വന്നിട്ട് വേറെ കാര്യങ്ങളൊക്കെ പ്രസംഗിക്കുന്നവർ പറയാമെന്ന് വർഗീയവാദി ആയിരുന്നു നിങ്ങൾ. ആ പാർട്ടി വരുന്ന വർഗീയ സംഘടനയിലായിരുന്നു, എനിക്കറിയാം. അതെങ്ങനെ പറയാൻ പറ്റും? പറയാൻ പറ്റും. ആ സംഘടന വർഗീയതയുള്ളതായിരുന്നു. സാറും തെളിയിക്കാൻ പറ്റുമോ? തെളിയിക്കാൻ പറ്റുമോ? എനിക്ക് വെക്കേണ്ട കാര്യമില്ല, സാറൊക്കെ തെളിയിക്കേണ്ടത്. ഒരു കാര്യം ഞാൻ പത്രക്കാരോട് പറയാം. എന്നെ കുറിച്ച് പറയുന്നില്ല. ഇത്തരത്തിലുള്ള ആൾക്കാരെ കൂടുതൽ അല്ല സാറേ, വർഗീയവാദി അതെങ്ങനെ അതിന് അടിസ്ഥാനം ഞാൻ പിന്നെ ഒറ്റയ്ക്ക് വന്ന് മറുപടി വന്ന് പറയാം. ഒരു കാര്യം ഞാൻ പറയാം, ഏതെങ്കിലും ജനപ്രതിനിധിയെ ഭീഷണിപ്പെടുത്തിയിട്ട് തെരുവിൽ തടയാനൊക്കെ മെനക്കെട്ടാൽ CPM-ലെ ജനപ്രതിനിധികൾക്ക് തടക്കാൻ പറ്റുമോ? UDF തീരുമാനിച്ചാൽ അതുപോലെ അതവർ മനസ്സിലാക്കണം. ജനപ്രതിനിധികളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ കയറി പിടിക്കുക, അവരെ തെരുവിൽ ചോദ്യം ചെയ്യുക, ഇതൊന്നും ജനാധിപത്യത്തിന് ഭൂഷണമായ കാര്യമല്ല. ഭൂഷണമായ കാര്യങ്ങൾ ചെയ്യൂ, നിങ്ങൾ എതിർക്കൂ, വിമർശിക്കൂ, അതിനൊന്നും ആർക്കും തെറ്റില്ല. ഈ രീതി അവസാനിപ്പിക്കണം.